ഈ വർഷം ഞാനും ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പുലർച്ചയ്ക്ക് 4 മണിക്കാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും ഫുൾ ലൈറ്റ്സും അറേഞ്ച്മെന്റ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ നമ്മളിവിടെ എത്തി ബസ് ഇറങ്ങി പൊങ്കാല ഇടുന്ന ഒരു സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇടണം എന്നുള്ളത്. ഈ വർഷമാണ് അത് സാധിച്ചത്. അപ്പൊ നമ്മൾ പൊങ്കാല ഇടുന്ന ഒരു സ്ഥലത്ത് വന്നു, എല്ലാം റെഡിയാക്കിയതിനു ശേഷം ഇപ്പോൾ ആറ്റുകാൽ ടെമ്പിളിൽ വന്നിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് സമയം വരിയൊക്കെ നിന്നു. എന്നാലും നമുക്ക് തൊഴാനായിട്ട് പറ്റി. നമ്മളിത് തൊഴുത് കഴിഞ്ഞ് ഇപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് പൊങ്കാല ഇടുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആറ്റുകാൽ ടെമ്പിളിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമാണ്. അപ്പൊ ഇത് അവിടേക്ക് നടക്കാണ്. ഈ ഒരു റോഡിന്റെ 2 വശവും ഒരുപാട് കുട്ടി കുട്ടി കടകളൊക്കെ ഉണ്ട്. ഈ ഒരു ഫാൻസി ഐറ്റംസും സിന്ദൂരവും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കാനുണ്ട്, അതുകൊണ്ട് മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വാങ്ങിച്ചു വീണ്ടും നടക്കാണ്. എല്ലാവരും അടുപ്പൊക്കെ റെഡിയാക്കി പൊങ്കാല ഇടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. 9:45 ആണ് ടൈം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സമയം ആകുമ്പോൾ എന്താ പറയാ, ഒരു അനൗൺസ്മെന്റ് വരും. അപ്പോഴാണ് നമ്മൾ പൊങ്കാല ഇട്ട് തുടങ്ങേണ്ടത്. അമ്മയൊക്കെ കഴിഞ്ഞ് 2 വർഷം പൊങ്കാല ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ അറിയുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരാണ് നമുക്ക് പൊങ്കാല ഇടാനുള്ള ഈ ഒരു സ്ഥലമൊക്കെ റെഡിയാക്കി തന്നിട്ടുള്ളത്. അവരുടെ മുറ്റത്താണ് കേട്ടോ നമ്മൾ പൊങ്കാല ഇടുന്നത്. നേരത്തെ വന്നു, ഈ ഒരു അടുപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. 9:45 അനൗൺസ്മെന്റ് വന്നതിന് ശേഷം നമ്മളിതാ പൊങ്കാല ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പൊങ്കാല പായസം മാത്രമാണ് ഈ തവണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ തിളച്ചു വന്നപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ശർക്കര, അതുപോലെ തന്നെ നെയ്യ്, അതൊക്കെ ആഡ് ചെയ്തു. എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ മണ്ടപ്പുറ്റ്, തെരളിയപ്പം അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ പൊങ്കാലയിട്ട ആ വീട്ടിൽ അവര് തന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച്, അതുപോലെ വെള്ളം എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊന്നും അറിയേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ടെമ്പിളിൽ നിന്ന് വന്ന് തീർത്ഥം തളിക്കും. അതിനുശേഷമാണ് നമ്മൾ ഇതൊക്കെ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ടെമ്പിളിൽ നിന്ന് വന്നു, അവരിതാ തീർത്ഥമൊക്കെ തളിച്ചു. ഇനിയിപ്പോ ഇതൊക്കെ എടുക്കാനായിട്ട് പോവാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പിയാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.